എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ബേക്കറിയിലൊക്കെ കണ്ടുവരുന്ന ജാം കുക്കീസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കുക്കീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് മാവായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല, ആ ഒരു പരുവത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എണ്ണയോ അല്ലെങ്കിൽ മൈദയോ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അതെന്താ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പ്ലേറ്റിലേക്കുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ മാവ്. ഇനിയിപ്പോൾ നമുക്കിത് ജാം കുക്കീസ് ആക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ കുക്കീസിൻ്റെ നടുഭാഗം വിരൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ഹോള് പോലെ ആയി കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ ടീസ്പൂൺ ജാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ ആപ്പിൾ ജാമാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത്, അതുകൊണ്ട് ഞാനത് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാവരും റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുക്കീസിൻ്റെ പാത്രം അതിലേക്ക് വയ്ക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഓവൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കീസ് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇനി നമുക്കൊരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അതവിടെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 പ്ലേറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് രണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇനി ചൂടാറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ നമ്മുടെ കുക്കീസൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അടിഭാഗത്തൊന്നും കരിഞ്ഞൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് ചൂടാറിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ അത് കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്